ഇന്ന് രാവിലെ തന്നെ നല്ല ബീഫ് കിട്ടി, നല്ല ഇളയ കുട്ടൻ്റെ ഇറച്ചി. അത് കണ്ടപ്പോൾ മോള് പറഞ്ഞു, ഇന്ന് നമുക്ക് ഉച്ചക്ക് നെയ്ച്ചോറും ബീഫ് സ്റ്റൂ ആക്കിയാലോ. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കുക്കർ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് 2 വലിയ ഉള്ളി കനം കുറച്ച് മുറിച്ചത് ചേർത്ത് കൊടുക്കുക, 2 തക്കാളി കനം കുറച്ച് മുറിച്ചതും ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള പേസ്റ്റാണ്, അതും ചേർത്ത് കൊടുത്തു. 6 പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 കിലോ ബീഫ് കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്തതാണ്, അതും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരല്പം വേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഈ കുക്കർ അങ്ങോട്ട് മാറ്റിയിട്ട് നെയ്ച്ചോറ് തയ്യാറാക്കണ്ടേ, അതിന് വേറൊരു കുക്കർ വെച്ച് അതിലേക്ക് റിഫൈൻഡ് ഓയിലാണ് ഒരല്പം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചൂടായിട്ട് പട്ടയുടെ 2 കഷ്ണം, ഒരു 5 ഏലക്ക, ഒരു 4-5 ഗ്രാമ്പൂ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു വലിയ ഉള്ളിയുടെ പകുതി കനം കുറച്ച് മുറിച്ചതും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അരി 1 കപ്പാണ്, അപ്പോൾ ഇരട്ടി വെള്ളമാണ് എടുക്കേണ്ടത്. 1 ടീസ്പൂൺ നെയ്യും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം കഴുകി വാർത്തെടുത്ത ബിരിയാണി അരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുക്കർ മൂടി വെച്ച് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ബീഫ് 1 വിസിൽ വന്നതിന് ശേഷം തീ സിമ്മാക്കി ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നാൽ ബീഫ് റെഡി ആയിട്ടുണ്ടാവും. നെയ്ച്ചോറ് ഇതാ 2 വിസിൽ വന്നു. ഇനി പ്രഷർ മുഴുവൻ പോയതിന് ശേഷം തുറക്കുക. അപ്പോൾ നെയ്ച്ചോറും റെഡിയായി. ഇനി ഇതിലേക്ക് ഒരല്പം കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ചിലവർക്ക് നെയ്യ് വല്ലാതെ ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ നെയ്യ് കുറക്കാം. ഇനി കുട്ടികൾക്കൊക്കെയാണ് നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കുറച്ചും കൂടി നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡിയായല്ലോ. ഇനി കുക്കർ അങ്ങോട്ട് മാറ്റി വെച്ച് ഇനി ബീഫിൻ്റെ പ്രഷർ മുഴുവൻ പോയിട്ടിട്ട് ബീഫ് എന്തായി എന്നൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു പീസ് ഒന്ന് എടുത്ത് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. ഒന്നും കൂടിയും വേവാനുണ്ട്, കൂടുതലില്ല, ഒന്ന് തുറന്നിട്ട് വേവിച്ചാലാവും. അതിലേക്ക് ക്യാരറ്റ് മുറിച്ചത് 2 വലുത്, അതുപോലെ 1 ക്യാപ്സിക്കം വലുത് മുറിച്ചതും ചേർത്ത് കൊടുത്ത് തുറന്ന് വെച്ച് വേവിക്കാം. എന്നാൽ ഈ ക്യാരറ്റും ക്യാപ്സിക്കവും നല്ലൊരു പാകത്തെ വേവായി കിട്ടുകയും ചെയ്യും, ബീഫും വെന്ത് കിട്ടും. ബീഫിന് ഈ വിസിലിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കവും ബീഫും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, വലിയൊരു പീസ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ ബീഫ് കോട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇവിടെ ആരും കഴിക്കില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലും ഒരു 20 അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ്, അതും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ കുറച്ചും കൂടി ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതൊരു ബൗളിലേക്ക് വിളമ്പാം. കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയല്ലേ. അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് ചൂട് നെയ്ച്ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല രുചിയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ വീട്ടിൽ വളർത്തിയെടുത്ത ആഫ്രിക്കൻ മല്ലിയിലയാണ്. ഇതില്ലെങ്കിൽ സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന മല്ലിയില ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുക്കുക. മുകളിൽ ഇങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നെയ്ച്ചോറ് വിളമ്പാം. നല്ല ചൂട് നെയ്ച്ചോറ് പാത്രത്തിലേക്ക് വിളമ്പുക. ഇപ്പോൾ സമയം ഉച്ചയായി, ഭക്ഷണം കഴിക്കാനുള്ള ടൈമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിളമ്പുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നെയ്യിൽ പൊരിച്ചെടുത്തിട്ടുള്ള വലിയ ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി മുകളിലായിട്ട് മുഴുവൻ വിതറി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റൂവും നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും
ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ, എന്തായാലും ഇഷ്ടമാവും. അപ്പം ഞാൻ ഇനി കഴിക്കട്ടെ. ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു കയ്യിൽ ബീഫ് സ്റ്റൂ, കുറച്ച് കറിയും ഒഴിച്ചു കൊടുക്കുക. അച്ചാറും പപ്പടവും ഒക്കെ കൂട്ടി ഞാനതൊന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കൂ. ഈ സ്റ്റൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും.